ഹലോ, നമസ്കാരം. മകൻ്റെ തുടർ പഠനത്തിന് വേണ്ടി സ്വന്തം കിഡ്നി ദാനം ചെയ്യാൻ ശ്രമിച്ച ഒരു മാതാവ് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ കൗൺസിലിങ്ങിൽ വന്നിരുന്നു. മകനാണ് ഞങ്ങളുടെ മുമ്പിൽ കൂട്ടിക്കൊണ്ട് വന്നത്. അപ്പോൾ ഈ കുഞ്ഞ് പറഞ്ഞു, "സർ, എൻ്റെ അമ്മയോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. ആ കുട്ടി ചെറിയ സമയം കൊണ്ട് തന്നെ ജർമ്മനും മറ്റു ഭാഷകളൊക്കെ പഠിച്ചെടുത്തു. നല്ല മാർക്കോട് കൂടിയാണ് അതിൻ്റെ ടെസ്റ്റുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തത്. അത് ഫസ്റ്റ് ചാൻസിൽ തന്നെ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. അങ്ങനെ വിദേശ യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠനത്തിന് വേണ്ടി ശ്രമിച്ചു. പക്ഷേ വലിയ ഫീസ് താങ്ങാൻ ഇവർക്ക് പറ്റാതായി. ആ കുഞ്ഞിനെ ഞങ്ങൾ പുറത്ത് നിർത്തി അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, "എനിക്ക് ഭർത്താവില്ല. ഈ കുഞ്ഞുങ്ങളുടെ ചെറുപ്രായത്തിൽ തന്നെ പുള്ളി ഞങ്ങളുടെ കൂടെ ഇല്ല. എന്നെ അതറിയിക്കാതെയാണ് ഞാൻ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ഈ മോനാണെങ്കിൽ നല്ലപോലെ പഠിക്കും. ഇവനൊരു ലെവലിലെത്തിയാൽ കുടുംബം രക്ഷപ്പെടുമല്ലോ എന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ ഓരോ ദിവസവും പ്രതീക്ഷയോടെ കഷ്ടപ്പെട്ട് ഞാൻ മുന്നോട്ട് പോകുന്നു. കൂടെ പഠിച്ച ചിലരൊക്കെ ഇടയ്ക്ക് ഞങ്ങളെ സഹായിക്കാറുണ്ട്" എന്ന് പറഞ്ഞു. എനിക്കതിൽ വളരെ സന്തോഷം തോന്നി. അപ്പോൾ ഈ പുള്ളിക്കാരി പറഞ്ഞതാ, നാട്ടിൽ ആരൊക്കെയോ പറഞ്ഞു 1-2 നന്മ മരങ്ങൾ എന്ന് പറയുന്ന ആൾക്കാരെ സമീപിച്ചു. ഈ നന്മ മരങ്ങൾ എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ ചോദിച്ചതാണ്, "ഞങ്ങൾക്കെന്താ ഇതിൽ ഗുണം സഹായിച്ചാൽ?" പിന്നെ ചിലർ പച്ചയ്ക്ക് തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി. പിന്നീട് ആ മകനെ കൂടി വിളിച്ചിരുത്തി അവൻ വന്നിരുന്ന് കരയുകയാണ് ചെയ്തത്. ഒരു +2 കഴിഞ്ഞു, വേറെ എന്തൊക്കെയോ പഠിച്ചൊരു പയ്യൻ. അവൻ്റെ +2 പഠനകാലത്ത് ഞങ്ങളുടെ ബോധി, ഞങ്ങളുടെ മെൻ്റൽ റിസർച്ച് സെൻറ്റർ അവനെ പഠിക്കാനായി സപ്പോർട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. ഞങ്ങൾക്കത് ഓർമ്മയില്ല, ഞങ്ങളുടെ ഫയൽസിൽ ഞങ്ങൾ ശ്രദ്ധിച്ചില്ല. ഞങ്ങളുടെ മുമ്പിൽ വരുന്ന ആൾക്കാർക്ക് കൗൺസിലിംഗ് മാത്രമല്ല, അവർക്ക് മുന്നോട്ട് പോകാനുള്ള വഴി ഞങ്ങളാൽ കഴിയുന്ന രീതിയിലെല്ലാം ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാറുമുണ്ട്. ഇത് ഞങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ അവൻ പറഞ്ഞു, "സാറേ, ഞങ്ങൾക്കൊരു കാര്യം അറിയാം. വിദേശത്ത് പോയാൽ മാത്രമല്ല രക്ഷപ്പെടാൻ പറ്റുക, ഇവിടെയും രക്ഷപ്പെടാൻ പറ്റും. അതൊന്ന് അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കുക. പക്ഷേ കുറച്ച് സമയം പിടിക്കുന്നേ ഉള്ളൂ" എന്ന് പറഞ്ഞു. നിങ്ങളുടെ പറയാൻ പറ്റാത്ത എന്തെങ്കിലും മാനസികമായ വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് മനസ്സിൽ ഒതുക്കി പിടിച്ച് മാനസികമായി തകർന്നു പോകരുത്. ഞങ്ങളുടെ കൗൺസിലിംഗ് സെൻറ്ററിലേക്ക് വിളിക്കുക. നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാമെന്നേ, വഴികൾ തുറന്നു വരും.